ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10th മെയിൻ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി കുറച്ച് മുൻവർഷ ക്വസ്റ്റ്യനുകളെ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2, 3. പാച്ചു മൂത്തത് എഴുതിയ കൃതിയാണ്. ചോദ്യോത്തര രൂപത്തിൽ എഴുതപ്പെട്ടു. സംസ്കൃത രീതിയെ അവലംബിച്ച് മലയാളത്തിന് വ്യാകരണം നിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു. ഇതെല്ലാം ഇതിനെ യോജിച്ച പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ജലത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി, മർദ്ദം കൂടുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ: സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ്? ആൻസർ ഓപ്ഷൻ ബി, ബോയിൽ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ: ബോട്ടുലിസം പരത്തുന്ന ബാക്ടീരിയ. ആൻസർ ഓപ്ഷൻ ഡി, ക്ലോസ്ട്രിഡിയം. അടുത്ത ക്വസ്റ്റ്യൻ: PMGAY അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ആയുഷ്മാൻ ഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ മാത്സ് എന്നാണ്. 18 ജോലിക്കാർ ഒരു മതിൽ പണിയാൻ 52 മണിക്കൂർ എടുക്കുന്നെങ്കിൽ അതേ ജോലി 36 മണിക്കൂർ കൊണ്ട് ചെയ്തു തീരാൻ എത്ര ജോലിക്കാർ അധികം വേണം? 18 × 52 ഓൾ ഡിവൈഡ് ബൈ 36. നമുക്ക് ഈക്വലായിട്ട് 26 കിട്ടും ആൻസർ. 26-ൽ നിന്ന് 18 കുറച്ചിട്ടുണ്ടെങ്കിൽ 8 ആൻസർ കിട്ടും. ഓപ്ഷൻ സി, 8 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 18 സെക്കൻഡ് കൊണ്ട് ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരു മരത്തിനെ കടന്നു പോകുന്നുവെങ്കിൽ ട്രെയിനിന്റെ നീളം എത്ര? 54 കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 15 ആൻസർ കിട്ടും. ഈ 15-നെ 18 സെക്കൻഡ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഓപ്ഷൻ സി 270 എന്ന ആൻസറിൽ എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? ആൻസർ ഓപ്ഷൻ എ, 8 മടങ്ങാണ് വർദ്ധിക്കുന്നത്. 2ന്റെ ക്യൂബ് 8 മടങ്ങ് വർദ്ധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: 2 സംഖ്യകളുടെ ഉസാഗ 8-ഉം അവയുടെ ലസാഗു 48-ഉമാണ്. ഒരു സംഖ്യ 16 ആയാൽ മറ്റേ സംഖ്യ എത്ര? HCF 8-ഉം LCM 48 ആയാൽ 48 ഒരു സംഖ്യ 16 ആണ് എങ്കിൽ മറ്റേ സംഖ്യ എത്രയാണെന്നാണ്. LCM × HCF ഓൾ ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന സംഖ്യ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും, മറ്റേ സംഖ്യ കിട്ടും. അപ്പോൾ 8 × 48 ഓൾ ഡിവൈഡ് ബൈ 16 = 24 എന്ന ആൻസർ ഓപ്ഷൻ സി നമുക്ക് ആൻസറായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എങ്കിൽ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഗേൾസും ബോയ്സും തമ്മിലുള്ള അംശബന്ധം 7:5 ആണ്. അതിൽ 8 ഗേൾസ് കൂടുതലാണെന്ന് പറഞ്ഞ്. അപ്പോൾ 8 ഗേൾസ് എന്ന് പറഞ്ഞാൽ 2 ഭാഗമാണ്. 7ൽ നിന്നും 5 കുറച്ചാൽ 2 ആണ്. 2 ഭാഗമാണ് 8. അങ്ങനെയാകുമ്പോൾ 1 പാർട്ട് 4 ആണ്. മൊത്തം ബോയ്സ് 5 പാർട്ടാണ്. അപ്പോൾ 5 × 4 20. ആൻസർ ഓപ്ഷൻ എ,
20. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 30% മാർക്ക് വേണം. 80 മാർക്ക് നേടിയ കുട്ടി 10 മാർക്കിന് തോറ്റെങ്കിൽ ആകെ മാർക്ക് എത്ര? എൺപത് മാർക്കിൻ്റെ കൂടെ 10 മാർക്കും കൂടെ കൂട്ടിയാൽ 90 മാർക്ക് കിട്ടും. ഈ 90 മാർക്കാണ് 30%. അപ്പോൾ 100% കാണണമെങ്കിൽ 90 ഡിവിഷൻ 30 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി 300 എന്ന ആൻസറിലെത്തും. അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നാണ്. ഇഫ് യു ഡാഷ് ഹാർഡ് യു വിൽ സക്സീഡ്. ആൻസർ ഓപ്ഷൻ ഡി വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, fill in the blanks using suitable preposition. He had recovered dash his illness. Answer option B from, recovered from. അടുത്ത ക്വസ്റ്റ്യൻ, which among the following is an imperative sentence? Answer option C obey your elders. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഹെർ ഫേവറേറ്റ് സ്പോർട്സ്. ആൻസർ ഓപ്ഷൻ ബി സ്വിമ്മിങ്.